ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത്? എ 1950 ജനുവരി 26, ബി 1950 ജനുവരി 25, സി 1947 ജനുവരി 26, ഡി 1947 ജനുവരി 25. ഉത്തരം എ 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏത്? എ ബ്രിട്ടൻ, ബി അമേരിക്ക, സി അയർലൻഡ്, ഡി ഫ്രാൻസ്. ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏത്? ഉത്തരം ബി അമേരിക്ക. മൗലിക അവകാശം ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം ഏത്? എ ഭാഗം 1, ബി ഭാഗം 2, സി ഭാഗം 3, ഡി ഭാഗം 4. മൗലിക അവകാശം ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം ഏത്? ഉത്തരം സി ഭാഗം 3. ചുവടെ പറയുന്ന സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം ഏത്? എ കർണാടക, ബി തെലുങ്കാന, സി മേഘാലയ, ഡി ബീഹാർ. ചുവടെ പറയുന്ന സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം ഏത്? ഉത്തരം സി മേഘാലയ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം ഏത്? എ 1947 നവംബർ 26, ബി 1947 ഓഗസ്റ്റ് 29, സി 1949 നവംബർ 26, ഡി 1950 ജനുവരി 26. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ബി 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം 1947 ഓഗസ്റ്റ് 29. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? എ ഡോക്ടർ BR അംബേദ്കർ, ബി സർദാർ വല്ലഭായ് പട്ടേൽ, സി ഫസൽ അലി, ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഉത്തരം എ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം എത്ര മൗലിക അവകാശങ്ങളാണ് ഉള്ളത്? എ 3, ബി 4, സി 5, ഡി 6. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം എത്ര മൗലികാവകാശങ്ങളാണ് ഉള്ളത്? ഉത്തരം ഡി 6. നിങ്ങളുടെ ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? എ പ്രൊഹിബിഷൻ, ബി മണ്ടാമസ്, സി ഹേബിയസ് കോർപ്പസ്, ഡി സെർഷ്യോററി. നിങ്ങളുടെ ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ഉത്തരം സി ഹേബിയസ് കോർപ്പസ്. കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റുവാനുള്ള റിട്ട് ഏതാണ്? എ പ്രൊഹിബിഷൻ, ബി മണ്ടാമസ്, സി ഹേബിയസ് കോർപ്പസ്, ഡി സെർഷ്യോററി. കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റുവാനുള്ള റിട്ട് ഏതാണ്? ഉത്തരം ഡി സെർഷ്യോററി. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? എ ആർട്ടിക്കിൾ 30, ബി ആർട്ടിക്കിൾ 20, സി ആർട്ടിക്കിൾ 25, ഡി ആർട്ടിക്കിൾ 32. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം ബി ആർട്ടിക്കിൾ 20.
സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? എ. അനുച്ഛേദം 14-18, ബി. അനുച്ഛേദം 19-22, സി. അനുച്ഛേദം 25-28, അനുച്ഛേദം ഡി. അനുച്ഛേദം 29-30. സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഉത്തരം എ. അനുച്ഛേദം 14-18. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? എ. അനുച്ഛേദം 14-18, ബി. അനുച്ഛേദം 19-22, സി. അനുച്ഛേദം 25-28, ഡി. അനുച്ഛേദം 29-30. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഉത്തരം ഡി. അനുച്ഛേദം 29-30. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ്? എ. അനുച്ഛേദം 20, ബി. അനുച്ഛേദം 21, സി. അനുച്ഛേദം 22, ഡി. അനുച്ഛേദം 32. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ബി. അനുച്ഛേദം 21. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ എടുത്ത സമയം: എ. 2 വർഷം 11 മാസം 18 ദിവസം, ബി. 2 വർഷം 11 മാസം 15 ദിവസം, സി. 1 വർഷം, ഡി. 1 വർഷം 3 മാസം 8 ദിവസം. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ എടുത്ത സമയം എത്ര? ഉത്തരം എ. 2 വർഷം 11 മാസം 18 ദിവസം. ഭരണഘടന നിയമനിർമ്മാണ സഭ ആദ്യമായി യോഗം ചേർന്നത് എപ്പോഴാണ്? എ. 1946 ഡിസംബർ 8, ബി. 1950 ജനുവരി 26, സി. 1949 ഡിസംബർ 26, ഡി. 1946 ഡിസംബർ 9. ഭരണഘടന നിയമനിർമ്മാണ സഭ ആദ്യമായി യോഗം ചേർന്നത് എപ്പോഴാണ്? ഉത്തരം ഡി. 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം എവിടെ വെച്ചാണ് നടന്നത്? എ. കേരളം, ബി. കൊൽക്കത്ത, സി. ന്യൂഡൽഹി, ഡി. മുംബൈ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം എവിടെ വെച്ചാണ് നടന്നത്? ഉത്തരം സി. ന്യൂഡൽഹി. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം ഭേദഗതി ബില്ല് പാസാക്കിയത് ഏത് വർഷമാണ്? എ. 1950, ബി. 1951, സി. 1955, ഡി. 1958. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം ഭേദഗതി ബില്ല് പാസാക്കിയത് ഏത് വർഷമാണ്? ഉത്തരം ബി. 1951. ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനവുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന രാജ്യങ്ങൾ ഏതാണ്? എ. കാനഡ, ബി. അമേരിക്ക, സി. അയർലൻഡ്, ഡി. ഫ്രാൻസ്. ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന രാജ്യങ്ങൾ ഏതാണ്? ഉത്തരം എ. കാനഡ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? എ. 10 ദിവസം, ബി. 1 ദിവസം, സി. 30 ദിവസം, ഡി. 15 ദിവസം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? ഉത്തരം സി. 30 ദിവസത്തിനുള്ളിൽ. വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? എ. 1907, ബി. 1908, സി. 1909, ഡി. 1999. വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച വർഷം ഏത്?
ഉത്തരം സി 1909. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരം ഉറപ്പുവരുത്തുന്ന നിയമം ഏത്? എ. ഗാർഹിക പീഡന സംരക്ഷണ നിയമം, ബി. സമഗ്ര നിയമം, സി. റാങ്കിംഗ് നിരോധന നിയമം, ഡി. സ്ത്രീധന നിരോധന നിയമം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരം ഉറപ്പുവരുത്തുന്ന നിയമം ഏത്? ഉത്തരം എ. ഗാർഹിക പീഡന സംരക്ഷണ നിയമം. ഏതെങ്കിലും ജാതിയെയോ വർഗത്തെയോ ഗോത്രത്തെയോ അതായത് SC/ST വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? എ. സുപ്രീം കോടതി, ബി. രാജ്യസഭ, സി. ഹൈക്കോടതി, ഡി. രാഷ്ട്രപതി. ഏതെങ്കിലും ജാതിയെയോ വർഗത്തെയോ ഗോത്രത്തെയോ അതായത് SC അല്ലെങ്കിൽ ST വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഉത്തരം ഡി. രാഷ്ട്രപതി. അടിയന്തരാവസ്ഥ കാലത്ത് എടുത്തുകളയാൻ സാധിക്കാത്ത മൗലിക അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏത്? എ. ആർട്ടിക്കിൾ 20-21, ബി. ആർട്ടിക്കിൾ 21-22, സി. ആർട്ടിക്കിൾ 30-32, ഡി. ആർട്ടിക്കിൾ 19-20. അടിയന്തരാവസ്ഥ കാലത്ത് എടുത്തുകളയാൻ സാധിക്കാത്ത മൗലിക അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏത്? ഉത്തരം എ. ആർട്ടിക്കിൾ 20-21. ലോകത്തിൽ ആദ്യമായി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏത്? എ. സ്പെയിൻ, ബി. അമേരിക്ക, സി. റഷ്യ, ഡി. ബ്രിട്ടൻ. ലോകത്തിൽ ആദ്യമായി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏത്? ഉത്തരം എ. സ്പെയിൻ. അജ്ഞാത കൽപ്പന എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ട് ഏത്? എ. ഹേബിയസ് കോർപ്പസ്, ബി. മണ്ടാമസ്, സി. പ്രൊഹിബിഷൻ, ഡി. ക്വോ വാറന്റോ. ഉത്തരം ബി. മണ്ടാമസ്. 6 വയസ്സിനു മുകളിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സംസ്ഥാനത്തിൻ്റെ കടമയാണ് എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? എ. ആർട്ടിക്കിൾ 40, ബി. ആർട്ടിക്കിൾ 45, സി. ആർട്ടിക്കിൾ 52, ഡി. ആർട്ടിക്കിൾ 32. 6 വയസ്സിനു മുകളിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സംസ്ഥാനത്തിൻ്റെ കടമയാണ് എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം ബി. ആർട്ടിക്കിൾ 45. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരാണ്? എ. രാജീവ് ഗാന്ധി, ബി. VP സിംഗ്, സി. മൊറാർജി ദേശായി, ഡി. ഇന്ദിരാഗാന്ധി. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഡി. ഇന്ദിരാഗാന്ധി. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? എ. അനുച്ഛേദം 22, ബി. അനുച്ഛേദം 11, സി. അനുച്ഛേദം 20, ഡി. അനുച്ഛേദം 9. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം സി. അനുച്ഛേദം 20. അനുച്ഛേദം 19 ഇന്ത്യൻ ഭരണഘടനയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിച്ചത് ആര്? എ. JB കൃപലാനി, ബി. ഗാന്ധിജി, സി. ജവഹർലാൽ നെഹ്റു, ഡി. BR അംബേദ്കർ. അനുച്ഛേദം 19 ഇന്ത്യൻ ഭരണഘടനയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഡി. ഡോക്ടർ BR അംബേദ്കർ.
മൂന്ന് സംരക്ഷകർ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏത്? എ. ആർട്ടിക്കിൾ 20, ബി. ആർട്ടിക്കിൾ 21, സി. ആർട്ടിക്കിൾ 22, ഡി. ആർട്ടിക്കിൾ 23. മൂന്ന് സംരക്ഷകർ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏത്? ഉത്തരം എ. ആർട്ടിക്കിൾ 20. അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നതിൽ ഏതാണ്? എ. ആർട്ടിക്കിൾ 20, ബി. ആർട്ടിക്കിൾ 21, സി. ആർട്ടിക്കിൾ 22, ഡി. ആർട്ടിക്കിൾ 23. അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം ഡി. ആർട്ടിക്കിൾ 23. ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്ന സ്വതന്ത്ര അതോറിറ്റി ഏത്? എ. ധനകാര്യ മന്ത്രാലയം, ബി. ഗവൺമെന്റ്, സി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഡി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്ന സ്വതന്ത്ര അതോറിറ്റി ഏത്? ഉത്തരം സി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയ വർഷം ഏത്? എ. 2005, ബി. 2008, സി. 2012, ഡി. 2016. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയ വർഷം ഏത്? ഉത്തരം എ. 2005. GST ചരക്ക് വ്യാപാര നികുതി ഏതുതരം നികുതിയാണ്? എ. പ്രത്യക്ഷ നികുതി, ബി. പരോക്ഷ നികുതി, സി. വരുമാന നികുതി, ഡി. മൂല്യവർദ്ധിത നികുതി. GST അതായത് ചരക്ക് വ്യാപാര നികുതി ഏതുതരം നികുതിയാണ്? ഉത്തരം ബി. പരോക്ഷ നികുതി. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? എ. പി. തുംഗൻ കമ്മിറ്റി, ബി. ബൽവന്ത് റായ് കമ്മിറ്റി, സി. സക്കരിയ കമ്മീഷൻ, ഡി. തോംസൺ കമ്മിറ്റി. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? ഉത്തരം എ. പി. തുംഗൻ കമ്മിറ്റി. ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേര് എന്താണ്? എ. ദേശീയ വികസന സമിതി, ബി. ആസൂത്രണ ബോർഡ്, സി. നീതി ആയോഗ്, ഡി. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേര് എന്താണ്? ഉത്തരം സി. നീതി ആയോഗ്. നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷേ അത് പറയുവാനുള്ള നിങ്ങളുടെ അവകാശത്തിന് ഞാൻ മരണം വരെ പോരാടും. ഇത് ആരുടെ വാക്കുകളാണ്? എ. വോൾട്ടയർ, ബി. ഗാന്ധിജി, സി. നെഹ്റു, ഡി. തോംസൺ. നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷേ അത് പറയുവാനുള്ള നിങ്ങളുടെ അവകാശത്തിന് ഞാൻ മരണം വരെ പോരാടും. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം എ. വോൾട്ടയർ. പബ്ലിക് അക്കൗണ്ടൻസ് കമ്മിറ്റിയുടെ ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആര്? എ. പ്രധാനമന്ത്രി, ബി. രാഷ്ട്രപതി, സി. ലോക്സഭാ സ്പീക്കർ, ഡി. രാജ്യസഭയുടെ ചെയർമാൻ. പബ്ലിക് അക്കൗണ്ടൻസ് കമ്മിറ്റിയുടെ ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നതാര്? ഉത്തരം സി. ലോക്സഭാ സ്പീക്കർ. നോട്ട നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏത്? എ. നെതർലാൻഡ്, ബി. ബ്രിട്ടൻ, സി. അമേരിക്ക, ഡി. ഫ്രാൻസ്. നോട്ട അതായത് നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏത്? ഉത്തരം ഡി. ഫ്രാൻസ്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ്? എ. ഡൽഹി, ബി. കേരളം, സി. മുംബൈ, ഡി. ഭോപ്പാൽ. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ്? ഉത്തരം ഡി. ഭോപ്പാൽ. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി എന്ന്? എ. 2015 ജനുവരി 1, ബി. 2015 ജനുവരി 2, സി. 2014 ജനുവരി 1, ഡി. 2014 ജനുവരി 2.
ഉത്തരം എ 2015 ജനുവരി 1. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്ര? എ 10, ബി 16, സി 26, ഡി 40. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്ര? ഉത്തരം സി 26. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി എന്ന്? എ 1946 നവംബർ 22, ബി 1986 നവംബർ 19, സി 1986 നവംബർ 22, ഡി 1990 നവംബർ 16. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി ഏത്? ഉത്തരം ബി 1986 നവംബർ 19. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്ര? എ 1 വർഷം, ബി 3 വർഷം, സി 10 വർഷം, ഡി 5 വർഷം. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്ര? ഉത്തരം ഡി 5 വർഷം. ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? എ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ബി സ്വരൺ സിംഗ് കമ്മിറ്റി, സി ബി ബോക്കർ സാഹിബ് ബഹദൂർ, ഡി ബി ആർ അംബേദ്കർ. ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ഉത്തരം ബി സ്വരൺ സിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് എന്ന്? എ 1947 നവംബർ 4, ബി 1947 നവംബർ 17, സി 1947 നവംബർ 22, ഡി 1947 നവംബർ 26. ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് എന്ന്? ഉത്തരം എ 1947 നവംബർ 4. ഭരണഘടന നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത്? എ 1947 നവംബർ 4, ബി 1947 നവംബർ 17, സി 1947 നവംബർ 22, ഡി 1947 നവംബർ 26. ഭരണഘടന നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത്? ഉത്തരം ബി 1947 നവംബർ 17. ഇന്ത്യയെ എല്ലാ അടിമത്തത്തിൽ നിന്നും മേൽക്കോയ്മയിൽ നിന്നും വിമുക്തം ആക്കുന്നതിനു ഇനി വേണ്ടി വന്നാൽ പാപം ചെയ്യാൻ പോലും ഉള്ള അവകാശം ഉറപ്പിക്കുന്നതുമായ ഒരു ഭരണഘടനയ്ക്കു വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് ആരുടെ വാക്കുകളാണ്? എ ഗാന്ധിജി, ബി ജവഹർലാൽ നെഹ്റു, സി സി രാജഗോപാലാചാരി, ഡി രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയെ എല്ലാ അടിമത്തത്തിൽ നിന്നും മേൽക്കോയ്മയിൽ നിന്നും വിമുക്തം ആക്കുന്നതിനും ഇനി വേണ്ടി വന്നാൽ പാപം ചെയ്യാൻ പോലുമുള്ള അവകാശം ഉറപ്പിക്കുന്നതുമായ ഒരു ഭരണഘടനയ്ക്കു വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം എ ഗാന്ധിജി. ഭരണഘടനാ ദിനം എന്ന്? എ നവംബർ 22, ബി നവംബർ 23, സി നവംബർ 26, ഡി നവംബർ 28. ഭരണഘടനാ ദിനം എന്ന്? ഉത്തരം സി നവംബർ 26. ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചപ്പോൾ സഭയിലെ മലയാളികളുടെ എണ്ണം എത്രയായിരുന്നു? എ 10, ബി 17, സി 46, ഡി 50. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചപ്പോൾ സഭയിലെ മലയാളികളുടെ എണ്ണം എത്രയായിരുന്നു? ഉത്തരം ബി 17.
ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ്? എ 1946 ഡിസംബർ 10, ബി 1946 ഡിസംബർ 13, സി 1946 ഡിസംബർ 22, ഡി 1947 ഓഗസ്റ്റ് 15. ഉത്തരം ബി 1946 ഡിസംബർ 13. ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് താഴെ പറയുന്നവരിൽ ആരാണ്? എ ഗാന്ധിജി, ബി ജവഹർലാൽ നെഹ്റു, സി ജെ.ബി. കൃപലാനി, ഡി രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് താഴെ പറയുന്നവരിൽ ആരാണ്? ഉത്തരം ഡി രാജേന്ദ്ര പ്രസാദ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? എ സർദാർ വല്ലഭായ് പട്ടേൽ, ബി ജവഹർലാൽ നെഹ്റു, സി രാജേന്ദ്ര പ്രസാദ്, ഡി ഗാന്ധിജി. മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം എ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു? എ നീലം സഞ്ജീവ റെഡ്ഡി, ബി വി ഗിരി, സി ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ഡി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം സി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഭരണഘടന നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ ആര്? എ നീലം സഞ്ജീവ് റെഡ്ഡി, ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സി ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ഡി ജവഹർലാൽ നെഹ്റു. ഭരണഘടന നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ ആര്? ഉത്തരം ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന നിർമ്മാണ സഭയിൽ എത്ര മലയാളികളാണ് മദ്രാസിനെ പ്രതിനിധാനം ചെയ്തത്? എ 10, ബി 9, സി 17, ഡി 6. ഭരണഘടന നിർമ്മാണ സഭയിൽ എത്ര മലയാളികളാണ് മദ്രാസിനെ പ്രതിനിധാനം ചെയ്തത്? ഉത്തരം ബി 9. ഭരണഘടന നിർമ്മാണ സഭയിൽ എത്ര പേരാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തത്? എ 10, ബി 9, സി 17, ഡി 6. ഭരണഘടന നിർമ്മാണ സഭയിൽ എത്ര പേരാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തത്? ഉത്തരം ബി 9. ഭരണഘടന നിർമ്മാണ സഭയിൽ വിഭജനത്തിനു മുമ്പ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? എ 58, ബി 389, സി 292, ഡി 70. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിനു മുമ്പ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം എ 58. ഭരണഘടന നിർമ്മാണ സഭയിൽ വിഭജനത്തിനു മുമ്പ് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? എ 58, ബി 389, സി 292, ഡി 70. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിനു മുമ്പ് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ബി 389. ഭരണഘടന നിർമ്മാണ സഭയിൽ വിഭജനത്തിനു മുമ്പ് ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? എ 58, ബി 389, സി 292, ഡി 70. ഭരണഘടന നിർമ്മാണ സഭയിൽ വിഭജനത്തിനു മുമ്പ് ഗവർണർ പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം സി 292. ഭരണഘടന നിർമ്മാണ സഭയിൽ വിഭജനത്തിനു ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? എ 58, ബി 389, സി 292, ഡി 70. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിനു ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്?
ഉത്തരം ഡി 70. ആധുനിക ജനാധിപത്യത്തിൻ്റെ ജന്മഗൃഹം എന്നറിയപ്പെടുന്നത്? എ ഗ്രീസ്, ബി ബ്രിട്ടൻ, സി അമേരിക്ക, ഡി ഫ്രാൻസ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ ജന്മഗൃഹം എന്നറിയപ്പെടുന്നത്? ഉത്തരം ബി ബ്രിട്ടൻ. ജനാധിപത്യത്തിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത്? എ ഗ്രീസ്, ബി ബ്രിട്ടൻ, സി അമേരിക്ക, ഡി ഫ്രാൻസ്. ജനാധിപത്യത്തിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത്? ഉത്തരം എ ഗ്രീസ്. ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? എ മൗലികാവകാശങ്ങൾ, ബി നിർദ്ദേശക തത്വങ്ങൾ, സി ആമുഖം, ഡി മൗലിക കടമകൾ. ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? ഉത്തരം എ മൗലികാവകാശങ്ങൾ. ഭരണഘടനയുടെ 52-ാം ഭേദഗതിയിലൂടെ 1985 രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിന് അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? എ ഇന്ദിരാഗാന്ധി, ബി രാജീവ് ഗാന്ധി, സി മൊറാർജി ദേശായി, ഡി ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ 52-ാം ഭേദഗതിയിലൂടെ 1985 രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിന് അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ബി രാജീവ് ഗാന്ധി.